സൃഷ്ടിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഇത്തവണത്തെയും വായനാ പശ്ചാത്തലത്തിന്റെ പ്രത്യേകതകളായി കണക്കാക്കാം. Today I will discuss the importance of reading. Reading is an important element that helps in the development of an individual's total personality development. There is new building vocabulary in your daily life regardless of the language. Reading has no limits, whether you are young or old. It improves your intellectual abilities and reduces stress. PN പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. വിദ്യാഭ്യാസ ജീവിതം മുതലാണ് നാം വായനാശീലം ആരംഭിക്കേണ്ടത്. മനുഷ്യർക്ക് അറിവ് പകർന്നു നൽകുന്നവയാണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങളെ സുഹൃത്തുക്കളായി കാണേണ്ടത് വിദ്യാഭ്യാസ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അക്ഷരത്തെ ഗണം അറിവിന്റെ തേക്കണം അവിടുന്നു നമ്മളെ മുതലിടണം. അക്ഷരത്തെ ഗണം അറിവിന്റെ തേക്കണം അവിടുന്നു നമ്മൾ മുതലിടണം. വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടണം. എന്താണ് വായനാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനം. ആരാണ് PN പണിക്കർ? പുതുവയിൽ നാരായണ പണിക്കർ. അദ്ദേഹം കേരളത്തില് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും സാക്ഷരതാ യജ്ഞത്തിനും തുടക്കം കുറിച്ച വ്യക്തിയാണ് PN പണിക്കർ. അദ്ദേഹത്തിന്റെ പുരുഷായുസ് മുഴുവൻ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചു. കേരളത്തെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ് PN പണിക്കർ. അദ്ദേഹം 1995 ജൂൺ 19 മരിക്കുന്നത്. പിറ്റേ വർഷം അതായത് 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം കേരള സർക്കാർ വായനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മത മൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയങ്കരിക്കരുടെ ചരമദിനം നമ്മൾ വായനാ ദിനമായി ഒരു ദിനമായിട്ട് ഏറ്റെടുത്തു. വായനാ ദിനം ആ ഒരു ദിനത്തേക്ക് മാത്രമുള്ളതാണോ? നമ്മളുടെ എല്ലാ ദിവസവും നമ്മൾ വായനാ ദിനമായി തന്നെ ആചരിക്കണം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വായന കൊണ്ട് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിരവധി ജീവിത മൂല്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്ന് വായന തന്നെയാണ്. നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നു എന്നറിയാനുള്ള ഒരേ ഒരു മാർഗം വായനയാണ്. ന്യൂസ് അന്നേരം കണ്ട് അന്നേരം പോയി വായനയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കാണും, ബുക്ക് നമ്മുടെ കയ്യിൽ കാണും, പത്രം. എപ്പോൾ ഒരു ഡൗട്ട് വന്നാലും നമുക്ക് എടുത്ത് നോക്കാം. എവറി ഇയർ June 19 it is reading day.